ഹായ്, ഞാൻ ഷരീഫ് പാലക്കാട്. സിറ്റി പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പൊള്ളാച്ചി ഹൈവേയിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 70 വർഷം പഴക്കമുള്ള ഒരു പടുകൂറ്റൻ ബംഗ്ലാവിനെ കുറിച്ചാണ്. ആ ബംഗ്ലാവിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അങ്ങോട്ട് പോവാം. അമ്പത്തഞ്ച് സെന്റ് പറമ്പും അതിൽ വലിയ ബംഗ്ലാവും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ്. എഴുപത് വർഷം പഴക്കമുള്ള ബംഗ്ലാവാണ് ഇത്. ഒരു ബ്രിട്ടീഷ് ടച്ചുള്ള ബംഗ്ലാവാണ്. ആ കാലത്ത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും പഴക്കം ഉണ്ടെങ്കിലും ഈ ബിൽഡിങ്ങിന് വളരെ സ്ട്രോങ് ആണ്. ആദ്യം ഈ ബംഗ്ലാവിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാം. പ്ലാവും മാവും തെങ്ങുകളും മറ്റ് പലജാതി മരങ്ങളും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. പൊള്ളാച്ചി ഹൈവേയുടെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ധാരാളം മരങ്ങൾ ഉള്ളതുകൊണ്ട് പലതരത്തിലുള്ള പക്ഷികൾ ഇവിടെ ധാരാളം ഉണ്ട്. ഈ പ്ലോട്ടിൻ്റെ ചുറ്റുപാടും കോമ്പൗണ്ട് വാൾ ഉണ്ട്. ഈ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെ 30 വർഷം പഴക്കമുള്ള ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് RC ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ഒരിക്കലും പറ്റാത്ത ഒരു കിണർ ഉണ്ട്. അമ്പത്തഞ്ച് സെന്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ഈ ബംഗ്ലാവ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. ആയുർവേദ റിസോർട്ടിനും ഓൾഡ് ഏജ് ഹോം നടത്തുവാനും അനുയോജ്യമായ സ്ഥലമാണ്. ഈ ബംഗ്ലാവിനോട് ചേർന്ന് നിർമ്മിച്ച 1500 സ്ക്വയർ ഫീറ്റ് RC ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ബംഗ്ലാവിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ഈ ബംഗ്ലാവിൻ്റെ കൂടുതൽ വിശേഷം അകത്ത് ചെന്ന് നോക്കാം. കയറിയതും ചുറ്റുപാടും നല്ല ഒരു വലിയ വറാന്തയാണ്.
പണ്ടത്തെ കാലത്തുള്ള വീടായതുകൊണ്ട് സിറ്റ് ഔട്ട് എന്ന് പറയുന്നതിന് പകരമാണ് ഇത്രയും വിശാലമായ ഒരു വരാന്ത അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വീടിനകത്ത് ചെന്ന് കാണാം. എല്ലാം തേക്ക് മരവും വീട്ടിയും കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. കയറിയതും ഒരു വിശാലമായ ഒരു ഹാളാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീട്ടിയും തേക്കും കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു പഴയകാല ഒരു ബംഗ്ലാവാണ്. അടുത്തത് ഒരു ഹാളിലേക്കാണ് പോകുന്നത്. വളരെ മൈൻറ്റൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തിയുള്ള ഒരു ബംഗ്ലാവ് തന്നെയാണ്. താഴെ മാത്രം 3 ബെഡ്റൂമും ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എല്ലാം സീലിംഗ് മരം കൊണ്ട് ചെയ്തുകൊണ്ട് അകത്ത് ഒട്ടും ചൂട് ഇല്ല. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. പഴയ കാലത്തെ സെൽഫുകളും മറ്റും എല്ലാം ഉണ്ട്. പുറകിലുള്ള ഒരു ഹാളിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ഒരു വലിയ ഒരു കിച്ചണിലേക്കാണ് പോകുന്നത്. ആ കിച്ചൺ RC ബിൽഡിങ്ങിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ കിച്ചൺ തന്നെയാണ്. സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും എല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ്. ആലുവ അടുപ്പുമുണ്ട്. കോമൺ ബാത്തുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം മരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തേക്ക് മരങ്ങളും വീട്ടിയും കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു വീടാണ്.
കയറിയതും വലിയൊരു ഹാളാണ്. ഹാളിൽ നിന്നും ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. AC-ൻ്റെ ആവശ്യമേ ഇല്ല. അത്രയും നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അടുത്തത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അതിൽ ഷെൽഫുകളും മറ്റും ഉണ്ട്. ഹാളിൽ നിന്ന് തന്നെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൽ അതിമനോഹരമായ ഒരു ഊഞ്ഞാല് ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ബാത്റൂം തന്നെയാണ്. ഹാളിൽ നിന്ന് തന്നെ മുകളിലുള്ള തട്ടിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തട്ടാണ്. പണ്ടുകാലങ്ങളിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പാലക്കാട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തിലേക്ക് ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്നും 34 കിലോമീറ്റർ മാത്രമേ പൊള്ളാച്ചിയിലേക്ക് ദൂരമുള്ളൂ. അതുപോലെ തന്നെ 45 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ നിന്നും കോയമ്പത്തൂർ എത്താൻ. ഈ സ്ഥലം ഏലപ്പുള്ളി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. 55 സെന്റ് സ്ഥലവും ഈ ഒരു പടുകൂറ്റൻ ബംഗ്ലാവും ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു RC ബിൽഡിങ്ങും ഉണ്ട്. അത് ഏകദേശം 30 വർഷം പഴക്കമുണ്ടാവും. ആയുർവേദ റിസോർട്ടിനും അതുപോലെ തന്നെ ഹെറിറ്റേജ് ഹോമിനും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള ഓൾഡ് ഏജ് ഹോമിനും അനുയോജ്യമായ സ്ഥലമാണ്. ഈ 55 സെന്റ് സ്ഥലവും ഈ ബംഗ്ലാവും ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്ന വില 1,75,00,000 രൂപയാണ് അവർ പറയുന്നത്. ചെറിയ തോതിലുള്ള നെഗോഷിയേഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലെയുള്ള വീടോ സ്ഥലമോ നിങ്ങൾക്കും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഹായ്.